ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഡ്രൈവർ OA പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഭരണഘടനാ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അറിയാം എക്സാം ഡേറ്റ് ഒക്കെ എത്തിയില്ലേ. ഓഗസ്റ്റ് 26 നമുക്ക് എക്സാം വരുന്നത്. ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. അപ്പോൾ ഈ ദിവസങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഈ ദിവസങ്ങളെ യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് ആദ്യം നമ്മുടെ സിലബസ് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 40 മാർക്ക് പൊതുവിജ്ഞാനം GK പോർഷനിൽ നിന്നാണ് വരുന്നത്. ഈ 40 മാർക്കിൽ 5 മാർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, 5 മാർക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, 5 മാർക്ക് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഭരണഘടന എന്ന ഭാഗത്തു നിന്നും ചെറിയൊരു പോർഷനാണ് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്നുള്ള ഭാഗവും, അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങളും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഡെപ്ത് ആയിട്ട് ഇറങ്ങി പഠിക്കാനുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സിലബസിലില്ല. 5 മാർക്കാണ് അവിടെ വെയിറ്റേജ് വരുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തിന്റെ അവിടെ നിന്ന് 5 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. കേരള ഭൂമിശാസ്ത്രം 10 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ പ്രധാനപ്പെട്ട സാമൂഹിക മുന്നേറ്റങ്ങൾ 5 മാർക്കാണ് അവിടെ വെയിറ്റേജ് വരുന്നത്. പിന്നെ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ആർട്ട് ആൻഡ് കൾച്ചർ മേഖലയിൽ നിന്ന് 5 മാർക്ക് വെയിറ്റേജ്. ഇങ്ങനെ ടോട്ടൽ 40 മാർക്കിനാണ് നമ്മുടെ പൊതുവിജ്ഞാനത്തിൽ നിന്ന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് പോർഷൻസ് ആയിരിക്കും. അപ്പം ഇതുവരെയുള്ള പ്രീവിയസ് ഇയറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുന്നതെന്നും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത്? നമ്മുടെ റിട്ടിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് എല്ലാവർക്കും ഈസിലി കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ സെയിം ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി സാധിക്കും. എല്ലാവർക്കും അറിയാം അന്യായമായ തടങ്കലിൽ വെക്കുന്നതുമായി ബന്ധപ്പെട്ട റിട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ A ആണ്. അപ്പൊ നമുക്ക് റിട്ടുകളെ പറ്റി പറയാനാണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു റൈറ്റ് ഉണ്ട്. ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ പറ്റിയിട്ട് പറയുന്നത്. ആ ആർട്ടിക്കിൾ 32 നമ്മുടെ ഈ റിട്ടുകളെ പറ്റിയിട്ട് പരാമർശിച്ചിരിക്കുന്നത്. നമുക്ക് പ്രധാനമായിട്ടുമുള്ള റിട്ടുകൾ എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറണ്ടോ, സെർഷ്യോററി, പ്രൊഹിബിഷൻ തുടങ്ങിയവയാണ്. അപ്പൊ നമുക്ക് ആ റിട്ടുകളിൽ കൂടി പെട്ടെന്നൊന്ന് കടന്നു പോവാം. ആദ്യത്തേത് റിട്ട് എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ആണ്. റിട്ട് ഓഫ് പ്രൊഹിബിഷൻ. റിട്ട് ഓഫ് പ്രൊഹിബിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള മേൽക്കോടതിയുടെ ഉത്തരവിനെയാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. കോ വാറണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ അയാൾക്ക് അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നതായിട്ട് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാം? അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നും തടഞ്ഞുകൊണ്ട് പുറപ്പെടുവിപ്പിക്കാൻ പറ്റുന്ന റിട്ടിനെയാണ് നമ്മൾ കോ വാറണ്ടോ എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട റിട്ടാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. സെർഷ്യോററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കീഴ്ക്കോടതിയിലെയോ അല്ലെങ്കിൽ മറ്റ് അധികാര സ്ഥാനത്തിന്റെയോ മുന്നാകെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ് മേൽക്കോടതിയിലേക്കോ അല്ലെങ്കിൽ ഉന്നത അധികാര സ്ഥാനത്തേക്കോ കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെർഷ്യോററി എന്ന് വിളിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിട്ട് ഉണ്ട്, അതാണ് മാൻഡമസ് എന്ന് വിളിക്കുന്നത്. അതായത് മാൻഡമസ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന വ്യക്തി അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യേണ്ട നിയമപരമായ കാര്യങ്ങൾ, കർത്തവ്യങ്ങൾ നിർവഹിക്കാതിരിക്കുകയാണെന്ന് കരുതുക. ഇൻ കേസ് അദ്ദേഹം അത് നിർവഹിക്കാതിരുന്നിട്ട് അത് ഏതെങ്കിലും ഒരു പൗരന്റെ ഫണ്ടമെന്റൽ റൈറ്റിനെ നിഷേധിക്കുന്നുണ്ട് എന്ന് കരുതുക. അത്തരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ, അത്തരത്തിൽ ഒരു പൗരന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് മാൻഡമസ് എന്നുള്ള റിട്ട് കോടതിക്ക് പുറപ്പെടുവിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് പ്രധാനമായിട്ടുമുള്ള റിട്ടുകൾ എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറണ്ടോ, സെർഷ്യോററി തുടങ്ങിയവയാണ്. അപ്പൊ റിട്ടുകളെ പറ്റി നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കുക. റിട്ടുകൾ പുറപ്പെടുവിക്കാൻ പറ്റുന്നത് ആർക്കാണ്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ്. ആർട്ടിക്കിൾ 32. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു, ചേരുംപടി ചേർക്കുക എന്നുള്ളതായിരുന്നു. നമുക്കറിയാം നമ്മുടെ സിലബസ് നോക്കുമ്പോൾ സിലബസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പൗരന്റെ അവകാശങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ ആർട്ടിക്കിൾ, വകുപ്പ് എവിടം തൊട്ട് എവിടം വരെയാണ്? ആർട്ടിക്കിൾ
19 മുതൽ ആർട്ടിക്കിൾ 22 വരെയാണ് അല്ലെ. അടുത്ത് നോക്കിക്കേ, സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഈക്വാലിറ്റി അല്ലെ. റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയുന്നത് എവിടം തൊട്ട് എവിടം വരെയാണ്? ആർട്ടിക്കിൾ 14 തൊട്ടിട്ട് ആർട്ടിക്കിൾ 18 വരെയാണ് എന്തിനെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്? നമ്മുടെ റൈറ്റ് ടു ഈക്വാലിറ്റി അല്ലെങ്കിൽ സമത്വത്തിനുള്ള അവകാശത്തെ പറ്റിയിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. മറ്റൊരു അവകാശമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്ന ആർട്ടിക്കിൾ എവിടം തൊട്ട് എവിടം വരെയാണെന്ന് അറിയോ? നോക്കിക്കേ, ഇത് 25 തൊട്ടിട്ട് 28 വരെയാണ്. ഇനി ഇവിടെ നാലാമത് കിടക്കുന്നത് ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. അത് നമുക്കറിയാം, 23ഉം 24ഉമാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ മാച്ച് ദ ഫോളോയിങ് കിടക്കുന്നത്. 1 മാച്ച് ആയിട്ടിരിക്കുന്നത് ഡി, 2 മാച്ച് ആയിട്ടിരിക്കുന്നത് സി, 3 മാച്ച് ആയിട്ടിരിക്കുന്നത് എ, അതുപോലെ തന്നെ 4 മാച്ച് ആയിട്ടിരിക്കുന്നത് ബി. ഇതുപോലെയാണ് ഇതിന്റെ ഓപ്ഷൻസ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1D, 2C, 3A and 4B എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയ വ്യക്തി ആരാണ്? നമ്മുടെ ഡോക്ടർ ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതില് നിങ്ങൾ ഈ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോകുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. കാരണം ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു കാണുന്നുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. നിർദ്ദേശക തത്വങ്ങൾ, നമ്മുടെ DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ നിന്ന് വന്ന ചോദ്യമാണ്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത് എന്നുള്ള ഒരു ചോദ്യമാണ്. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത് 4 ഓപ്ഷൻസ് വായിച്ചു നോക്കി. ജില്ലാ കോടതിയാണോ, മുൻസിഫ് കോർട്ടാണോ, CJM കോടതിയാണോ, അതോ കോടതിയെ ആകില്ല എന്നതാണോ? ഇതിന് ശരിക്കുള്ള ആൻസർ എന്താണ്? DPSP നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കോടതി, അത് നോൺ ജസ്റ്റിഷ്യബിൾ ഇൻ നേച്ചർ ആണ് അല്ലെ. അപ്പൊ നമുക്കിത് കോടതിയെ സമീപിക്കാൻ ആവില്ല. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതെന്നാണ്. നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന എന്ന് പറയുന്നത് എഴുതപ്പെട്ടതുകൊണ്ട് റിട്ടൺ ആൻഡ് അൺറിട്ടൺ, എഴുതപ്പെടാത്ത കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നിലവിലുണ്ട്. ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് അല്ലെ. അപ്പം ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഇന്ത്യയാണ്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഉള്ള രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിക്കേ. താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം എന്നതായിരുന്നു ചോദ്യം. നമുക്ക് ഇവിടെ 6ഓളം ഓപ്ഷൻസ് ഉണ്ട് അല്ലെ, 6ഓളം സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് നോക്കിക്കേ. സമത്വത്തിനുള്ള അവകാശം, സ്വത്ത് വാങ്ങാനുള്ള അവകാശം, ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, അതുപോലെ തന്നെ ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യുവാനുള്ള അവകാശം. 6th പോയിന്റ് എന്താ പറയുന്നത്? സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ 6ഓളം സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതില് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെടുന്നവ ഏതെല്ലാം എന്നതായിരുന്നു ചോദ്യം. സമത്വത്തിനുള്ള അവകാശം, ഇത് ഫണ്ടമെന്റൽ റൈറ്റിൽ പെടുന്നതാണ് അല്ലെ. അടുത്തത് സ്വത്ത് വാങ്ങാനുള്ള അവകാശം, ഫണ്ടമെന്റൽ റൈറ്റ് ആണോ? ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. പണ്ട് അത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമായിരുന്നു. ഇപ്പൊ അതെന്തല്ല, ഇപ്പൊ സ്വത്ത് വാങ്ങാനുള്ള അവകാശം എന്ന് പറയുന്നത്, റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തല്ല, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. അതെന്ത് റൈറ്റ് ആണ്? ലീഗൽ റൈറ്റ് ആണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അടുത്ത 3rd സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം. കറക്റ്റ് ആണല്ലേ. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, ആർട്ടിക്കിൾ 25 മുതൽ ആർട്ടിക്കിൾ 28 വരെ പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനെ പറ്റിയിട്ടാണ്. 4th സ്റ്റേറ്റ്മെന്റിൽ ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം നമ്മൾ ആർട്ടിക്കിൾ 32 പറഞ്ഞു. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, റിട്ടുകളെ പറ്റി നമ്മൾ പറഞ്ഞല്ലേ. അപ്പം 4th സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. 5th സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യുവാനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം അല്ലെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 19 തൊട്ടിട്ട് 22 വരെ. ആർട്ടിക്കിൾ 19ലാണ് എന്തിനെ പറ്റി പറയുന്നത്? ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യാനുള്ള അവകാശത്തെ പറ്റി പറയുന്നത്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 6th സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. കറക്റ്റ് ആണല്ലേ. ആർട്ടിക്കിൾ 21A എന്തിനെ പറ്റിയാണ് പറയുന്നത്? നമ്മുടെ സൗജന്യവും നിർബന്ധിതമായ അവകാശത്തെ പറ്റിയിട്ടാണ്. 6 തൊട്ട് 14 വയസ്സ് വരെയുള്ളവർക്ക് സൗജന്യവും നിർബന്ധിതവുമായ എലമെന്ററി എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21A. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളത് സ്വത്ത് വാങ്ങാനുള്ള അവകാശം മാത്രമാണ്. ബാക്കി 1, 3, 4, 5, 6 ഇത്രയും എന്താണ്? മൗലിക അവകാശങ്ങളിൽ പെടുന്നതാണ്. അപ്പം ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്.
2 ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം 1, 3, 4, 5 and 6 എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിക്കേ, പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ, അതായത് നമുക്ക് നമ്മുടെ സിലബസിൽ ഭരണഘടനയുടെ അടിസ്ഥാന വസ്തുതകൾ പഠിക്കാനുണ്ട്. അടിസ്ഥാന വസ്തുതകൾ പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടും ഭരണഘടനയിൽ എത്ര പാർട്ടുകൾ ഉണ്ടെന്ന് പഠിക്കണം. എത്ര പാർട്ടുകളാണ് ഭരണഘടനയ്ക്കുള്ളത്? നമ്മുടെ ഭരണഘടനയ്ക്ക് 25 പാർട്ടുകളാണുള്ളത്, 12 ഷെഡ്യൂൾസ് ഉണ്ട്. ഇപ്പൊ നിലവില് 470 അധികം ആർട്ടിക്കിളുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 22 പാർട്ടുകളും 8 ഷെഡ്യൂൾസും, ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 22 പാർട്ടുകളും 8 ഷെഡ്യൂൾസും 395 ആർട്ടിക്കിൾസും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് പാർട്ടിലാണെന്നുള്ളതാണ്. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്, പാർട്ട് 2 എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ടും പാർട്ട് 1 എന്ത്, പാർട്ട് 2 എന്ത്, പാർട്ട് നമുക്ക് 25ഓളം പാർട്ടുകൾ നമുക്കുണ്ട്. 25 പാർട്ടുകളും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പാർട്ട് 1 എന്തിനെ പറ്റിയാണ് പറയുന്നത്? യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറിനെ പറ്റിയിട്ടാണ് പാർട്ട് 1 പറയുന്നത്. പാർട്ട് 2 സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വത്തെ പറ്റി പറയുന്നത്. പാർട്ട് 3 എന്തിനെ പറ്റിയാണ് പറയുന്നത്? പാർട്ട് 3 നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നു. പാർട്ട് 4 എന്തിനെ പറ്റി പറയുന്നത്? DPSP അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിനെ പറ്റി പറയുന്നത് പാർട്ട് 4 പാർട്ട് 4A എന്തിനെ പറ്റി പറയുന്നത്? നമുക്ക് അവകാശങ്ങൾ മാത്രം പോരാ, നമുക്ക് എന്ത് വേണം? ഡ്യൂട്ടീസ് ഉണ്ടല്ലേ. അപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങളെ പറ്റി പറയുന്നതാണ് പാർട്ട് 4A എന്ന് പറയുന്നത്. പാർട്ട് 5 പറയുന്നത് യൂണിയൻ ഗവൺമെന്റിനെ പറ്റിയിട്ടാണ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനെ പറ്റിയിട്ടാണ് പാർട്ട് 5 പറയുന്നത്. പാർട്ട് 6 വരുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിനെ പറ്റിയിട്ടാണ് പാർട്ട് 6 പറയുന്നത്. അപ്പൊ ഇത്തരത്തില് നിങ്ങൾ 25 പാർട്ടുകളുണ്ട്. 25 പാർട്ടുകളും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ 12 ഷെഡ്യൂൾസും നിങ്ങൾ പഠിച്ചു വെക്കണം, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 12 ഷെഡ്യൂൾസ് പഠിക്കാനുള്ള കോഡൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം എന്നുള്ളതാണ് നമ്മൾ 12 ഷെഡ്യൂൾസ് പഠിക്കാനുള്ള കോഡ് പറഞ്ഞു തന്നത്. അതിൽ ഫസ്റ്റത്തെ ഷെഡ്യൂൾ ടി എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ടെറിട്ടറീസ് ആണ്, യൂണിയൻ ആൻഡ് ടെറിട്ടറീസിനെ പറ്റിയിട്ടാണ് ഫസ്റ്റത്തെ ഷെഡ്യൂളിൽ പറയുന്നത്. സെക്കൻഡ് ഷെഡ്യൂളിൽ എമ്യൂൾമെന്റ് ആൻഡ് അലവൻസസിനെ പറ്റിയിട്ടാണ്, എമ്യൂൾമെന്റ് സാലറി കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ സെക്കൻഡ് ഷെഡ്യൂളിൽ പറയുന്നത്. മൂന്നാമത്തെ ഷെഡ്യൂള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഫർമേഷൻസ് ആണ്, ഓത്ത് ആൻഡ് അഫർമേഷൻസ് ആണ്, അതായത് നമ്മുടെ സത്യപ്രതിജ്ഞയൊക്കെ എടുക്കൂലോ അതിനെ പറ്റിയിട്ടാണ് തേർഡ് ഷെഡ്യൂളിൽ പറയുന്നത്. നാലാമത്തെ ഷെഡ്യൂൾ 6 റെപ്രസെന്റ് ചെയ്യുന്നത് രാജ്യസഭയെയാണ്, അതായത് രാജ്യസഭയിലേക്കുള്ള സീറ്റുകളെ പറ്റി പറയുന്നതാണ് നമ്മുടെ ഫോർത്ത് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് ഷെഡ്യൂൾ ഏരിയാസിനെ പറ്റിയിട്ടാണ്. എന്നാൽ ആറാമത്തെ ഷെഡ്യൂളിലേക്ക് വരുമ്പം അതർ ഷെഡ്യൂൾ ഏരിയാസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഏഴാമത്തെ ഷെഡ്യൂൾ പറയുന്നത് ഫെഡറൽ ലിസ്റ്റ് ആണ്, അതായത് നമുക്ക് 3 ലിസ്റ്റുകൾ ഉണ്ട്, സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. ഈ 3 ലിസ്റ്റുകളെ പറ്റിയിട്ടും പറയുന്നതാണ് ഏഴാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. എട്ടാമത്തെ ഷെഡ്യൂൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഔദ്യോഗിക ഭാഷകൾ, ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റി പറയുന്നതാണ് എട്ടാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഒൻപതാമത്തെ ഷെഡ്യൂൾ എന്താണ്? ഒൻപതാമത്തെ ഷെഡ്യൂൾ പറയുന്നത് ലാൻഡ് റീഫോംസ് ആണ്. ലാൻഡ് റീഫോംസുമായി ബന്ധപ്പെട്ടതാണ് ഒൻപതാമത്തെ ഷെഡ്യൂൾ. അത് എന്തില്ല, അത് ഇപ്പോൾ ഇല്ല, അത് റിപ്പീൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഡി, പത്താമത്തെ ഷെഡ്യൂൾ ഡി ആണ്. അവിടെ നമ്മൾ കോഡ് ഇട്ടേക്കുന്നത് ഡിഫെക്ഷൻ എന്ന് ഓർക്കുക. ആന്റി ഡിഫെക്ഷൻ, കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പത്താമത്തെ ഷെഡ്യൂളിൽ പറയുന്നത്. കൃത്യമായി 52ാമത്തെ ഭേദഗതി പ്രകാരം അല്ലെ ആന്റി ഡിഫെക്ഷൻ ലോ അവിടെയാണെന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഡിഫെക്ഷനുമായി ബന്ധപ്പെട്ടത് 10ാമത്തെ ഷെഡ്യൂളാണ്. 11ാമത്തെ ഷെഡ്യൂള് പഞ്ചായത്താണ്. 12ാമത്തെ ഷെഡ്യൂള് മുനിസിപ്പാലിറ്റിയാണ്. അപ്പൊ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഒക്കെ വന്നത് 73ാമത്തെയും 74ാമത്തെയും ഭരണഘടനാ ഭേദഗതിയിലൂടെയാണെന്നും കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. അങ്ങനെ 12 ഷെഡ്യൂൾസ് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ പാർട്ടുകളും നിങ്ങൾ പരിചയപ്പെട്ടിരിക്കുക. പിന്നെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസും നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. 21A എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മൾ പഠിച്ചു, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണല്ലേ. ആർട്ടിക്കിൾ 21 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിനെ പറ്റി പറയുന്നതാണ്. ആർട്ടിക്കിൾ 21A ഇതിനെ പറ്റി പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 21A.
അപ്പൊ അത് എന്ത് ചെയ്യാം, അത് നിങ്ങൾ കൃത്യമായിട്ടും അത് പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് അല്ലെ. നമ്മുടെ നിയമനിർമ്മാണ സഭയാണ് ഈ പാർലമെന്റ് എന്ന് പറയുന്നത്. പാർലമെന്റിൽ ഏതൊക്കെ സഭകളാണ് വരുന്നത്? ലോകസഭയും രാജ്യസഭയുമാണ് വരുന്നത്. അതില് നമ്മുടെ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. 1, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. 2, ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ. 3rd സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ. 4th സ്റ്റേറ്റ്മെന്റില് ജനപ്രതിനിധി സഭ എന്ന് അറിയപ്പെടുന്നു. ഇതില് ബന്ധമില്ലാത്തത് ഏതാണ്? 1ഉം 3ഉം ആണല്ലേ. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് ലോകസഭയാണോ? ലോകസഭയല്ല. 3rd സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ. ലോകസഭയിൽ ഉപരാഷ്ട്രപതിയാണോ അധ്യക്ഷത വഹിക്കുന്നത്? ലോകസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കർ ആണ്. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നത് എവിടെയാണ്? രാജ്യസഭയിലാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്മുടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 2 and 4 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1 and 3 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏത് എന്നാണ്. കൃത്യമായിട്ടും ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ഭേദഗതികൾ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പ്രത്യേകിച്ച് അവസാനം വന്ന ഭേദഗതികൾ എല്ലാം തന്നെ നിങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കുക. 101 മുതൽ 106 വരെയുള്ള ഭേദഗതികൾ പഠിച്ചു വെക്കുക. 106ാമത്തെ ഭേദഗതിയാണ് ഏറ്റവും അവസാനം വന്ന ഭേദഗതി. 106ാമത്തെ ഭേദഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറഞ്ഞിട്ടുള്ള നിയമമാണ് വന്നിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അത് നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. നമ്മുടെ അവസാനത്തെ ഭേദഗതി 106ാമത്തെ അമെൻമെന്റ് എന്ന് പറയുന്നത് നാരി ശക്തി വന്ദൻ അധിനിയം എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത് റിട്ടുകളെ പറ്റി പഠിച്ചിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ 32. അതായത് നമുക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന നമ്മുടെ ഏതെങ്കിലും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോടതിയെ സമീപിക്കാം. ഏത് കോടതിയെ സമീപിക്കാം? നമുക്ക് 2 കോടതികളെ സമീപിക്കാൻ പറ്റുള്ളൂ. സുപ്രീം കോടതിനെയും ഹൈക്കോടതിനെയും. മറ്റൊരു കോടതിനെയും നമുക്ക് സമീപിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും സമീപിക്കാം എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏത് എന്നുള്ളതായിരുന്നു. നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന സമയത്ത് നമുക്ക് 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അതിൽ ഒരു അവകാശം നീക്കം ചെയ്യപ്പെട്ടു. ഇപ്പോൾ നമുക്ക് എത്ര അവകാശങ്ങളുണ്ട്? 6 അവകാശങ്ങളാണുള്ളത്. അപ്പൊ നീക്കം ചെയ്യപ്പെട്ട അവകാശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാ? സ്വത്ത് സമ്പാദനത്തിലുള്ള അവകാശമാണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ള അവകാശമാണ് നമുക്ക് നീക്കം ചെയ്യപ്പെട്ടത്. ഓക്കെ, ഇപ്പം സ്വത്ത് ഇത് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, മറിച്ച് അത് എന്താണ്? ആർട്ടിക്കിൾ 300A. ആർട്ടിക്കിൾ 300Aയിൽ വരുന്ന ഒരു ലീഗൽ റൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധനത്തിനെ പറ്റി പറയുന്നത് നമുക്ക് ചൂഷണത്തിനെതിരായ അവകാശങ്ങളുണ്ട് അല്ലെ. ചൂഷണത്തിനെതിരായ അവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 23ഉം ആർട്ടിക്കിൾ 24ഉമാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ വരുന്ന ആർട്ടിക്കിൾ 24ൽ വരുന്ന ഒരു ഇതാണ് ഏതെന്ന് പറയുന്നത് ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ടത് ആർട്ടിക്കിൾ 24 ആണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്താണ്? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആര് എന്നാണ്. നമ്മൾ ഇവിടെ 4 ആളുകളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആരാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പർ അല്ലാത്തത്? അംബേദ്കർ ആണോ? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആണോ? KM മുൻഷി ആണോ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണോ? വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഈസി മാത്രമല്ല, ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്.
അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് ആരൊക്കെയായിരുന്നു എന്ന് നോക്കാം. അതിന് മുന്നേ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എപ്പോഴാണ് ഫോം ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫോം ചെയ്തത് 1947 ഓഗസ്റ്റ് 29-നാണ്. കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. 1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ പ്രധാനമായിട്ടും 7 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ ആണ് ചെയർമാൻ ആയിരുന്നത്. പിന്നെ ബാക്കിയുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് N ഗോപാലസ്വാമി അയ്യങ്കാർ, അതുപോലെ തന്നെ അല്ലാദി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ KM മുൻഷി, സെയ്ദ് മുഹമ്മദ് സാദുള്ള, N മാധവറാവു. അദ്ദേഹം BL മിത്തറിനെ റീപ്ലേസ് ചെയ്തിട്ട് വന്നതാണ്. അടുത്തത് TT കൃഷ്ണമാചാരി, അദ്ദേഹം DP ഖൈത്താനെ റീപ്ലേസ് ചെയ്തിട്ട് വന്നതാണ്. അപ്പൊ ഇത്രയും പേരാണ് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് 7 പേരെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വന്ന ഡേറ്റും ഒന്ന് പഠിച്ചു വെക്കണം. ഓഗസ്റ്റ് 29, 1947 ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം നോക്കിക്കേ. മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന, മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിന്റെ ആൻസർ വളരെ ഈസിയാണ്. ഇതിന്റെ ആൻസർ ഏതാണ്? ആർട്ടിക്കിൾ 25 ആണ്. ആർട്ടിക്കിൾ 25 ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അതായത് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എവിടെ നിന്ന് കടമെടുത്തു എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ വരുന്നത് സോവിയറ്റ് യൂണിയൻ ആണ്. ഓപ്ഷൻ സി, സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ഭരണഘടനയുടെ ആശയങ്ങൾ പലതും പല രാജ്യങ്ങളിൽ നിന്നാണ് കടം എടുത്തിരിക്കുന്നത്. അപ്പം ഓരോ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ എന്തൊക്കെ കടം എടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. നമ്മുടെ ഭരണഘടനയുടെ മേജർ പോർഷൻസും നമ്മൾ കടം എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശ തത്വങ്ങൾ, അതായത് DPSP, അത് ന്യായവാദങ്ങളല്ല എന്ന് പറയാനുള്ള റീസൺ എന്ത് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. കാരണം DPSP ഇതിൽ വരുന്ന പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് കോടതിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? നോൺ ജസ്റ്റിഷ്യബിൾ എന്ന് വിളിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിൽ ഏതെങ്കിലും നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റില്ല. എന്നാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ന്യായവാദത്തിന് അർഹമാണ്, ജസ്റ്റിഷ്യബിൾ ആണ്. കാരണം എന്താ? അത് നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? റോങ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 വലിയ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതിന്റെ ആൻസർ എന്താ വരുന്നത്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ, അതായത് ഓപ്ഷൻ സി, എ ഓൺലി ആണ്. അതായത് എ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്. കാരണം നമുക്കറിയാം മഹാത്മാഗാന്ധി, മുഹമ്മദ് അലി ജിന്ന ഇവരെന്തിലില്ല? നിർമ്മാണ സമിതിയിൽ ഇല്ല. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതായിരുന്നു എന്നാണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിക്കേ. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. അത് കറക്റ്റ് ആണല്ലേ? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അനുച്ഛേദം 51A കർത്തവ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് തേർഡിൽ എന്താ പറയുന്നത്? ഭരണഘടനയിലെ ഭാഗം 4A കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. നമ്മൾ പാർട്ടുകളെ പറ്റി പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ഈ മൗലിക കർത്തവ്യങ്ങളുടെ കാര്യം പറഞ്ഞതാണ്. ഇതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓൾ ഓഫ് ദി എബവ്, ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിക്കേ. റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? റിട്ടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനാവൂ. തേർഡ് സ്റ്റേറ്റ്മെന്റ്, സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. ഇത് കുറച്ചു മുന്നേ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. കാരണം നമ്മൾ പറഞ്ഞു റിട്ടുകൾ പുറപ്പെടുവിപ്പിക്കാൻ ആർട്ടിക്കിൾ 32 എന്താ പറയുന്നത്? സുപ്രീം കോടതിയിൽ നമുക്ക് റിട്ടുകൾ പുറപ്പെടുവിപ്പിക്കാൻ പറ്റൂ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിട്ടുകൾ പുറപ്പെടുവിപ്പിക്കാൻ അവകാശം അല്ലെങ്കിൽ അധികാരമുള്ളൂ. ഇതിന്റെ ആൻസർ
ഓപ്ഷൻ ബി ആണ് ഓൺലി 1 എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടന കടമെടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന ഏത് എന്നാണ് 3 പ്രസ്താവനകൾ. ഫസ്റ്റത്തെ എന്താ പറയുന്നത്, അമേരിക്കയിലെ ഭരണഘടനയിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മൗലിക അവകാശം കടമെടുത്തിരിക്കുന്നത്. രണ്ടാമത്തേൽ പറയുന്നു നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിരിക്കുന്നു. തേർഡ് സ്റ്റേറ്റ്മെന്റ് നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിരിക്കുന്നു. നമുക്ക് നോക്കാം, ഇതിന്റെ ആൻസർ 1 and 2 ആണ്. ഓക്കെ, അപ്പം ഭരണഘടനയിലെ ഓരോ ഭാഗങ്ങളും നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നുമാണ് കടം കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ മേജർ പോർഷൻസും നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾക്ക് ഓരോ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ എന്തൊക്കെയാണ് കടം എടുത്തിരിക്കുന്നതെന്ന് വേഗം നോക്കാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്ന് നമ്മൾ ഫെഡറൽ സ്കീം കടമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവർണറുടെ ഓഫീസ് എന്നത് നമ്മൾ എവിടെ നിന്ന് കടമെടുത്തതാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്ന് കടമെടുത്തതാണ്. അതുപോലെ തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എവിടെ നിന്ന് കടമെടുത്തു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. പിന്നെ നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ PSCയുടെ കാര്യങ്ങൾ നമ്മൾ ആശയം എടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ ജുഡീഷ്യറി എന്നതും നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. പിന്നെ നമുക്ക് എന്തുണ്ട്, എമർജൻസി പ്രൊവിഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ എമർജൻസിയുമായി ബന്ധപ്പെട്ട പ്രധാന പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ഘടനാപരമായ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. ഇനി നമുക്ക് ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, UK കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ഒന്ന് പാർലമെന്ററി ഗവൺമെന്റ്, പിന്നെ റൂൾ ഓഫ് ലോ, അതുപോലെ തന്നെ ബൈ ക്യാമറൽ ലെജിസ്ലേഷൻ, പിന്നെ സിംഗിൾ സിറ്റിസൺഷിപ്പ് അല്ലെ, അതുപോലെ തന്നെ ക്യാബിനറ്റ് സിസ്റ്റം, പിന്നെ റിട്ടുകള്, പിന്നെ നമ്മുടെ FPTP ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം ഒക്കെ നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്നുള്ള ആശയം നമ്മൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതാണ്. പിന്നെ നമ്മുടെ മൗലിക അവകാശങ്ങൾ അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതാണ്. ജുഡീഷ്യൽ റിവ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ജുഡീഷ്യൽ റിവ്യൂ നമ്മൾ അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതാണ്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിന്റെ പോസ്റ്റ്, അതുപോലെ തന്നെ പ്രസിഡന്റിനെ നമ്മൾ ഇംപീച്ച്മെന്റ് പ്രോസസ്സിലൂടെയാണ് പുറത്താക്കുന്നത് അല്ലെ. അപ്പൊ ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് എന്നുള്ളത് നമ്മൾ എവിടെ നിന്ന് എടുത്തതാണ്, അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുത്തതാണ്. അതുപോലെ തന്നെ ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോടതി ജഡ്ജസിന്റെ റിമൂവലിനെ പറ്റി പ്രതിപാദിക്കുന്ന കാര്യങ്ങളും നമ്മൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ളവയാണ്. നമുക്കിനി ഓസ്ട്രേലിയയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്തൊക്കെ എടുത്തെന്ന് നോക്കാം. ഓസ്ട്രേലിയയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ കൺകറന്റ് ലിസ്റ്റ്, നമ്മൾ 3 ലിസ്റ്റുകളെ പറ്റി പറഞ്ഞിരുന്നു. അതിൽ കൺകറന്റ് ലിസ്റ്റ് എടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് ട്രേഡ്, ജോയിന്റ് സിറ്റിംഗ് എടുത്തിരിക്കുന്നത് നമ്മൾ എവിടെ നിന്നാണ്, ഓസ്ട്രേലിയയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. റഷ്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്, നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്, മൗലിക കർത്തവ്യങ്ങൾ റഷ്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തതാണ്. അതുപോലെ തന്നെ DPSP എവിടെ നിന്നാണ് എടുത്തത്, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് DPSP എടുത്തിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, എക്സാമിന് പോവാവുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഭരണഘടനയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിൽ നിന്നാണെങ്കിലും ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നതെന്നും ഏതൊക്കെ ലെവലായിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്നും നിങ്ങൾക്ക് PYQs നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. കൃത്യമായിട്ട് PYQs അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ പഠനം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമ്മുടെ എക്സാം ഇങ്ങനെ അടുത്തു എല്ലാവർക്കും അറിയാം, എക്സാമിന് അധിക ദിവസങ്ങളൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബൂസ്റ്റർ ബാച്ച് 11-ാം തീയതി ഓഗസ്റ്റ് 11-ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 10 ദിവസം കൊണ്ട് 15 മണിക്കൂർ ക്ലാസ് ആയിരിക്കും കിട്ടുക. അതിൻ്റെ കൂടെ തന്നെ ആപ്പ് ആക്സസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേഗം തന്നെ നല്ലൊരു റാങ്കിലേക്ക് ഉയരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്